ഹായ്, ഞാൻ സെയ്ദ് CJ. GST പറ്റി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും GSTയിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ട് ആവാനും പറ്റുന്ന ടാസ്ക് നടത്തുന്ന 3 weeks GSTയിലെ എക്സ്ക്ലൂസീവ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 3 weeks ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ GSTയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ടും പ്രാക്ടിക്കലി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് GSTയിൽ നല്ലൊരു എക്സ്പേർട്ടായിട്ട് മാറാം. ഈ ട്രെയിനിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ GSTയുടെ ബേസിക് തലം തൊട്ട് തന്നെ GSTയുടെ ഒന്നും അറിയാത്തവർക്ക് പോലും ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരാം. ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ GSTയുടെ ബേസിക്സ്, CGST, SGST എന്താണ്, അതിൻ്റെ കാൽക്കുലേഷൻ, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, GSTയിൽ എന്താണ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യുവേഷൻ ഓഫ് സപ്ലൈ എന്താണ്, GSTയിൽ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ എടുക്കുക, ഓൺലൈനായിട്ട് ലൈവായിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ GSTയിൽ എടുക്കുക എന്നുള്ളത് നല്ലപോലെ പഠിക്കാം. അതെല്ലാം നമ്മൾ GSTയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഒരു ഡീലറുടെ റിയൽ ഡോക്യുമെൻ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ പഠിപ്പിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബിസിനസ്സിൻ്റെയും GST രജിസ്ട്രേഷൻ നല്ല കോൺഫിഡൻസോട് കൂടി എടുത്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. രജിസ്ട്രേഷൻ എങ്ങനെയാണ് എടുക്കുക, സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, യൂസർ ID പാസ്വേഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, അതുപോലെ GSTയുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് അമെൻഡ് ചെയ്യുക, ക്യാൻസലേഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീപ്പായിട്ട് തന്നെ ലൈവായിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ട്രെയിനിങ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ GSTയുടെ റിട്ടേൺസ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും. നോർമൽ ടാക്സ് പെയർ ആണെങ്കിൽ അഥവാ റെഗുലർ ടാക്സ് പെയർ ആണെങ്കിൽ GSTR1, GSTR2A, GSTR2B, GSTR3B ഒക്കെ എങ്ങനെയാണ് കൃത്യമായിട്ടും ഫയൽ ചെയ്യുക. ഇപ്പോൾ GSTR1 തന്നെ നമ്മൾ എടുക്കുമ്പോൾ GSTR1ൻ്റെ കംപ്ലീറ്റ് ഓപ്ഷൻസ് നമുക്ക് നല്ല പോലെ ഇതിൽ കയറി പഠിക്കാം. അതുപോലെ GSTR2B വളരെ ഡെപ്തിൽ കയറിയിട്ട് പഠിക്കാം. GSTR3B എങ്ങനെയാണ് കൃത്യമായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളത് പഠിക്കാം. അതുപോലെ ഒരു കോമ്പോസിഷൻ ഡീലറുടെ റിട്ടേൺസ് ആയ CMP08, അതുപോലെ അവരുടെ GSTR4A, CMP08ൻ്റെ ഫയലിംഗ് വളരെ ഡീപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ GSTയിലെ ആനുവൽ റിട്ടേൺസ്, GSTR9, 9C ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു എക്സ്പേർട്ടായിട്ട് മാറുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ GSTയിൽ വേ ബിൽ എങ്ങനെയാണ് എടുക്കുക, ഇൻവോയ്സ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, ഇൻവോയ്സ് എടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അതുപോലെ GSTയിലെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ്, അപ്പീൽ സിസ്റ്റം, അക്കൗണ്ട്സ് ബുക്സും അതുപോലെ മറ്റു റെക്കോർഡ്സും എത്ര കാലം നമ്മൾ കീപ്പ് ചെയ്യണം, GSTയിലെ ടാക്സ് ഇൻവോയ്സും മറ്റ് ഡോക്യുമെൻറ്റ്സും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതെങ്ങനെയാണ് ഫയൽ ചെയ്യുക, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ GSTയിൽ ഓഡിറ്റ് സിസ്റ്റം എങ്ങനെയാണ് നടത്തുക, ഇങ്ങനെ തുടങ്ങിയ GSTയുടെ ബേസിക് തലം തൊട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് തലം വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ 3 weeks ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് പഠിച്ച് GSTയിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പേർട്ടായിട്ട് മാറുക എന്നുള്ളതാണ്. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ GST റിട്ടേൺസും അതിൻ്റെ പ്രൊസീജിയേഴ്സും നിങ്ങൾക്ക് തന്നെ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. മാത്രമല്ല പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി വേറെ പല ബിസിനസ്സിൻ്റെ വർക്കുകൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് അഡീഷണൽ റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് GSTയിൽ നല്ലൊരു കൺസൾട്ടൻസി ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പല ബിസിനസ്സിൻ്റെയും GST രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കുന്ന, പല ബിസിനസ്സിൻ്റെയും GSTയിലെ റിട്ടേൺ ഫയലിംഗ് ചെയ്തു കൊടുക്കുന്ന നല്ലൊരു ഫ്രീലാൻസ് കൺസൾട്ടൻ്റ് ആയിട്ട് വേണമെങ്കിലും ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് മാറാമെന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഇനി ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു BCom, BBA, MCom, MBA ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ പഠനത്തെ ബാധിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് ലൈവായിട്ട് പല ബിസിനസ്സിൻ്റെയും റിട്ടേൺ ഫയലിങ്ങും രജിസ്ട്രേഷനൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പഠനത്തോടൊപ്പം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ BCom, BBA, MCom, MBA ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നല്ല കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി വർക്ക് ചെയ്യാനുള്ള ഫുൾ കോൺഫിഡൻസ് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GSTയുടെ ബേസിക് തലം തൊട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് തലം വരെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ലൈവായിട്ട് GSTയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച് നല്ലൊരു എക്സ്പേർട്ടായിട്ട് മാറാം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് മാത്രമേ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുള്ളൂ. സോ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് GSTയിൽ നല്ലൊരു എക്സ്പേർട്ടായിട്ട് മാറാം. താങ്ക് യു.